മനുഷ്യന്റെ പ്രവൃത്തി എപ്പോഴും ഉയർത്തിക്കാട്ടപ്പെടുന്നത് അതിനു മുകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വരെ ഉള്ളൂ. കാനാവിലെ കല്യാണത്തിന് യേശുവും ശിഷ്യന്മാരും തങ്ങളെ ക്ഷണിച്ചതിനെ പ്രതി ആ ഭവനത്തിലേക്ക് ചെന്നു. യേശു കാനാവിലെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ വചനം പ്രസംഗിക്കാനോ ഉപദേശിക്കാനോ അത്ഭുതങ്ങൾ കാട്ടാനോ ഒരു അവസരം കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും യേശുവിനില്ല. തന്നെ കല്യാണത്തിന് വിളിച്ചതിനെ പ്രതി ആ ഭവനത്തിൽ ചെല്ലുകയും കല്യാണത്തിന് വന്ന് സാന്നിധ്യം അറിയുകയും സ്നേഹസൽക്കാരങ്ങളിൽ പങ്കുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് യേശുവിൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ യേശു ചെന്നതിൻ്റെ അല്പസമയത്തിനു ശേഷം വീഞ്ഞിന് പോരായ്മ വരികയും ആ വീഞ്ഞ് പോരാതെ വന്നു എന്നത് മറിയയിലൂടെ യേശു അറിയുകയും യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി വിരുന്നുവാഴിയുടെ കയ്യിൽ വീഞ്ഞെത്തിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നു. ഒരു മനുഷ്യനെ ദൈവം ഉയർത്തേണ്ട സമയമാകുമ്പോൾ, ഒരു വ്യക്തി ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട ദൈവിക സമയത്തിൻ്റെ ആ അറ്റത്തെത്തുമ്പോൾ അവൻ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഏതാണെങ്കിലും, വലിയ സ്റ്റേജ് അല്ലെങ്കിലും വലിയ വലിയ സാഹചര്യങ്ങളല്ലെങ്കിലും, ദൈവം വെച്ചിരിക്കുന്ന സമയത്തിൽ അവൻ എത്തപ്പെടുമ്പോൾ അവൻ നിൽക്കുന്ന പരിതസ്ഥിതിയിലും സാഹചര്യത്തിലും നിന്നുകൊണ്ട് അവനിലൂടെ ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുമെന്നാണ് പരിശുദ്ധാത്മാവ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വീഞ്ഞ് വിരുന്നുവാഴിയുടെ കയ്യിലെത്തുകയും വിരുന്നുവാഴി രുചിച്ചു നോക്കുകയും ചെയ്തിട്ട് വിരുന്നുവാഴി പറഞ്ഞു, സാധാരണ നിലയിൽ നല്ല വീഞ്ഞ് വിവാഹത്തിന് കൊടുക്കുകയും ശേഷ സമയത്ത് എളുപ്പമായത് കൊടുക്കുകയും ചെയ്യുന്നതാണ് പതിവ്. പക്ഷേ ഇത്രയും മനോഹരമായ രുചിയുള്ള ഈ വീഞ്ഞ് ഇതുവരെ നിങ്ങൾ മാറ്റി വെച്ചിരുന്നോ എന്ന് ചോദിക്കുന്നതായി കാണാം. അതിനർത്ഥം രാവിലെ കല്യാണത്തിന് വന്നവർ കല്യാണത്തിന്റെ സൽക്കാരങ്ങൾ ആരംഭിക്കുന്ന സമയം മുതൽ ആദ്യ സമയങ്ങൾ തൊട്ടേ വന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് വീഞ്ഞ് ലഭിക്കുകയും പിന്നീട് വൈകുന്നേരങ്ങളിൽ എല്ലാ ജോലി തിരക്കുകളും ഒഴിഞ്ഞ് അവസാന സമയങ്ങളിൽ എത്തപ്പെടുന്നവർക്ക് അല്പമൊക്കെ രുചി കുറഞ്ഞ് അല്പമൊക്കെ എളുപ്പമായതൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ പതിവുണ്ട്. പക്ഷേ ഇത്ര മനോഹരമായ വീഞ്ഞ് ഈ സമയത്ത് ലഭിക്കാൻ തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി വിരുന്നുവാഴിയുടെ കയ്യിൽ ആ വീഞ്ഞ് എത്തപ്പെടുന്നത് വരെ അവിടുത്തെ പാചകക്കാരൻ തയ്യാറാക്കിയ വീഞ്ഞായിരുന്നു ഏറ്റവും ബെസ്റ്റായി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനു മുകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ, അതിനു മുകളിൽ ദൈവത്തിന്റെ കരം ചലിച്ചപ്പോൾ അവിടെ ഏറ്റവും നല്ല വീഞ്ഞായി തീർന്നത് ദൈവപ്രവൃത്തിയാൽ ഉരുത്തിരിഞ്ഞ വീഞ്ഞാണ്. ഒരു മനുഷ്യന്റെ പ്രവൃത്തിയെ എപ്പോഴും ഉയർത്തിക്കാട്ടപ്പെടുന്നത് അതിനു മുകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വരെയാണ്. ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയെ നമുക്ക് എപ്പോഴും ഏറ്റവും ബെസ്റ്റായി തോന്നി നമ്മുടെ മനസ്സിലിരിക്കുന്നത് ദൈവപ്രവൃത്തി ആ വിഷയത്തിൽ നാം കണ്ടിട്ടില്ല. നാം എപ്പോൾ ദൈവപ്രവൃത്തി അതിന്മേൽ കാണുന്നുവോ അപ്പോഴാണ് ആ മനുഷ്യൻ ചെയ്തതിനപ്പുറമുള്ള ഒരു പ്രവൃത്തി ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. മനുഷ്യന്റെ പ്രവൃത്തിക്ക് അധികം മാനം നൽകാതെ അതിനു മുകളിൽ ദൈവം എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ദൈവപ്രവൃത്തിക്കായി നമ്മെ തന്നെ ഒരുക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.